ഇന്ന് രാവിലെ തന്നെ ദേ ഞങ്ങൾ രണ്ടാളും കൂടെ പോകുന്നത് നമ്മളുടെ അബ്യു മരത്തുമ്പോൾ കുറച്ച് അബ്യുകളും കൂടി പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അതും കൂടി പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേർക്ക് അബ്യു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അബ്യു പറിക്കാനായിട്ട് പോണത്. ഒരാഴ്ചക്ക് മുമ്പ് വരെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ അബ്യുക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. സീസൺ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് കഴിയില്ല. നമുക്ക് ഏപ്രിലൊക്കെ വരെ കായ്കൾ കിട്ടും. പക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഈ ഒരു നവംബർ ഡിസംബർ മാസത്തിലാണ്. അത് ഏകദേശം കഴിഞ്ഞു. അപ്പം ഇനി ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ആയിട്ടാണ് പഴുത്തിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം അത് കാരണം തന്നെ നമ്മൾ ചോദിച്ച ആൾക്കാർക്കൊക്കെ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിത് കവർ ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഗ്യാപ്പിൽ കൂടെ കയറിയിട്ട് അണ്ണാമാർ കഴിച്ചിട്ട് പോട്ടാ. തൊട്ട് മുമ്പ് അതാണ് ഞാൻ കാണിച്ചത്. ഈ ഒരു കായും അണ്ണാമാർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് നിർത്തിയതാണ്, നെറ്റിടാത്ത ഭാഗത്ത്. ആ കവറൊക്കെ പൊളിച്ചിട്ട് അവർക്ക് വേണ്ടതൊക്കെ കഴിച്ചിട്ട് പോവാം. പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന ഈ ഒരു കായ അവർ കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ സീസൺ അവസാനിക്കാറായതുകൊണ്ട് നമുക്ക് ഈ കായകളുടെ വലിപ്പം കുറഞ്ഞു. പിന്നെ ഇതേ രാവിലെ ആയതുകൊണ്ട് തന്നെ ഇലകളിലൊക്കെ നിറയെ മഞ്ഞ് പറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ആ വീശി കാണിച്ചത്. ആ വീശുന്ന സമയത്ത് വെള്ളം അങ്ങനെ തെറിക്കുന്ന പോലെ കാണുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒരു ചെറിയ അഭ്യൂമേൽക്കാണ് പറിക്കാൻ വേണ്ടി വന്നത്. ഇത് 2 വർഷമായിട്ടുള്ള ഒരു അഭ്യുതയാണ്. പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കായൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ കായകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും കായകൾക്ക് തീരെ വലിപ്പമില്ല. ചെറിയ കായ്കളാണ്. ഒരു 4 അല്ലെങ്കിൽ 5 എണ്ണമൊക്കെ വേണം നമുക്ക് ഒരു കിലോ കിട്ടാനായിട്ട്. നമ്മുടെ ജയൻറ്റ് നിപ്പിൾ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കായ തന്നെ നമുക്ക് 1 കിലോത്തിൽ മേലെ ഉണ്ടാവാറുണ്ട്. ഇതും അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിന്ന അബ്യുവിൻ്റെ അണ്ണാൻ കടിച്ചതാട്ടാ. ആ അബ്യുവൊക്കെ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു അണ്ണാമാർ നമ്മുടെ കായ്ക്കൊലമേലേക്കും കയറിയിട്ടുണ്ട്. അപ്പോൾ കായും അതിൽ ഒരെണ്ണം അവർ തിന്ന് നിർത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കായും നിർത്തി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങളിത് കായും വെട്ടിയെടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് അബ്യുവും കായും കൂടെ വെട്ടിയെടുത്തിട്ട് പോന്നു. അപ്പോഴാണ് നമ്മുടെ പറമ്പിൽ നിന്ന് എവിടുന്നോ ചക്ക പഴുത്ത സ്മെല്ല് കേട്ടത്. അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്ക് ചക്കയും കൂടിയും പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചക്ക പറിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.